26 തിങ്സ് ഐ ലേൺഡ്. അതായത് ഇത്രയും കാലത്തെ എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു 26 കാര്യങ്ങൾ നിങ്ങളോട് ഏറ്റവും വേഗം ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഹായ്, വെൽക്കം ബാക്ക് ടു ദ ഈവനിങ് എഡിറ്റ് വിത്ത് ഡോക്ടർ അനീറ്റ. എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ ഈവനിങ് എഡിറ്റിൻ്റെ 2ാമത്തെ എപ്പിസോഡാണ്. ഫസ്റ്റ് എപ്പിസോഡിന് നിങ്ങൾ തന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദി. സോ എന്തുകൊണ്ടാണ് ഞാൻ 26 തിങ്സ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്ന് ആദ്യം പറയാം. ബിക്കോസ് ഞാൻ എൻ്റെ 26th ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, അത് പ്രമാണിച്ച് എന്താണ് എൻ്റെ യൂട്യൂബിലുള്ള ഓഡിയൻസിനോട് ഷെയർ ചെയ്യാൻ പറ്റുക എന്ന് ആലോചിച്ചപ്പം നിങ്ങൾ ഒരുപാട് പേര് വിചാരിക്കുന്നുണ്ടാവും ഭയങ്കര ഫ്രഷ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ബട്ട് എൻ്റെ ലൈഫിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണല്ലേ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. സോ ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ ആണ് എനിക്ക് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയൊരു കാര്യം. നിങ്ങൾക്കും ഇത് ഇഷ്ടമാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ ഒത്തിരി ലാഗില്ലാണ്ട് ആ 26 കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, എല്ലാവരോടും എല്ലാത്തിനും എക്സ്പ്ലനേഷൻ കൊടുക്കാതെ ഇരിക്കുക എന്ന് പറയുന്നൊരു കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചൊരു കാര്യമാണ്. നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ അത് അർഹിക്കുന്ന ആളുകൾക്ക് മാത്രം കൊടുക്കുക, അല്ലാത്ത ആളുകളെ നെവർ മൈൻഡായിട്ട് വിടുക. ആൻഡ് ദ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, എല്ലാത്തിനോടും ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം എൻ്റെ 20ാമത്തെ വയസ്സിൽ ഞാൻ അത്രയും ആഗ്രഹിച്ച കാര്യങ്ങൾ, അത്രയും പ്രാർത്ഥിച്ച കാര്യങ്ങൾ ഇന്ന് എനിക്കുണ്ട്. സോ പക്ഷേ ഇന്ന് എൻ്റെ ഡ്രീംസ് അതിൽ നിന്നൊക്കെ ഒത്തിരി മാറി വേറെ കാര്യങ്ങളാണ്. പക്ഷേ അങ്ങനെ ആകുന്നൊരു സമയത്ത് എൻ്റെ 20ാമത്തെ വയസ്സിൽ ഞാൻ പ്രാർത്ഥിച്ച ആളുകൾ അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ച കാര്യങ്ങൾ എൻ്റെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ പുതിയ ഡ്രീംസിനെ ചേസ് ചെയ്യാനുള്ള ആ ഒരു ഓട്ടത്തിൽ ഇവരെ കാണാതെ പോകരുത്, അല്ലെങ്കിൽ നമുക്ക് ദൈവം തന്നിട്ടുള്ള ഇത്രയും ബ്ലെസ്സിങ്സിന് ഗ്രേറ്റ്ഫുൾ ആവാതെ പോകരുത്. ആൻഡ് ദ തേർഡ് തിങ് എന്ന് പറയുന്നത്, എഡ്യൂക്കേഷൻ ഈസ് ദ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ യുവർ ലൈഫ്. എഡ്യൂക്കേഷൻ എന്ന് പറയും, നമ്മൾ വിചാരിക്കും നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കിയാൽ പോരെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ച് നന്നായിട്ട് ജീവിച്ചാൽ പോരെ. ബട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഡിഗ്രിയേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മളെ അത് മറ്റ് എന്തൊക്കെയോ പഠിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ എഡ്യൂക്കേഷണൽ ഡെവലപ്മെൻറ്റിനേക്കാളും ഉപരിയായിട്ട് നമ്മുടെ മെൻ്റലി ഉള്ള ഡെവലപ്മെൻറ്റിനും കൂടി ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം നമ്മളെ കൂടുതൽ സഹായിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ദ ഫോർത്ത് തിങ് എന്ന് പറയുന്നത്, നമ്മുടെ ചുറ്റും നമ്മളെ സ്നേഹിക്കുന്ന ആളുകളെ കാണാതെ പോകരുത് എന്നുള്ളതാണ്. കാരണം എപ്പോഴും നമ്മൾ പറയുന്നൊരു കാര്യമാണ്, കണ്ണുള്ളപ്പോഴേ കണ്ണിൻ്റെ വില, ഇല്ലാത്തപ്പോഴേ കണ്ണിൻ്റെ വില അറിയൂ എന്നുള്ളത്. അത് അബ്സല്യൂട്ട്ലി കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബിക്കോസ് ഇന്ന് നമ്മുടെ ചുറ്റിലും നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടല്ലേ. നമ്മൾ ഒരു പക്ഷേ അവരെ കൺസേൺ ചെയ്തില്ലെങ്കിൽ പോലും നമ്മളെ കൺസേൺ ചെയ്യുന്ന ഒത്തിരി മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന ചില ആളുകളുടെ പുറകെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ഇത്രയും സ്നേഹിക്കുന്ന, ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന, നമ്മൾ ഏതൊരു കാര്യം പുതിയതായിട്ട് തുടങ്ങിയാലും നമ്മളെ ഒത്തിരി ഇങ്ങനെ ചേർത്ത് നിർത്തുന്ന അത്രയും ആൾക്കാരെ നമ്മൾ കാണാതെ പോകരുത്. ആൻഡ് ദ ഫിഫ്ത്ത് തിങ് എന്ന് പറയുന്നത്, കൺസിസ്റ്റൻസി ഈസ് ദ കീ ആൻഡ് ഇറ്റ്സ് എ പവർ. ഏതൊരു കാര്യം ആയിക്കോട്ടെ, അതിൽ കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് എല്ലാ ദിവസവും വളരെ ക്വാളിറ്റിയിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ രീതിയിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ബട്ട് ഈവൻ ദോ അത് നിങ്ങൾ ചെയ്തോ, അതിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആണോ എന്നുള്ളതാണ് കാര്യം. ആൻഡ് ദി സിക്സ്ത് തിങ് എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ചില റിലേഷൻഷിപ്സ്, ഈവൻ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുന്നത്, നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിച്ച റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഏത് റിലേഷൻഷിപ്പ് ആയാലും അത് എൻഡ് ആവാൻ ഉണ്ടായൊരു റീസൺ ഉണ്ടാവുമല്ലോ. അത് എപ്പോഴും നമ്മുടെ ഒരു ബ്ലെസ്സിങ് ആയിട്ടേ അത് സംഭവിക്കൂ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ചില ആളുകളൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് പോയതിന് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് ആക്ച്വലി അവരെൻ്റെ ലൈഫിൽ ഇല്ലാതിരിക്കുന്നതായിരുന്നു നല്ലത് എന്ന്. നമ്മൾ അവർ പോയതിന് ശേഷമാണ് മനസ്സിലാക്കുക. സോ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് കംപ്ലീറ്റ്ലി അത് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ആലോചിച്ച് റിഗ്രറ്റ് ആവാതിരിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മുടെ ലൈഫിൽ നിന്ന് എന്തുകൊണ്ട് പോയി എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാവും.
ആൻഡ് ദ സെവൻത് തിങ് എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫിൻ്റെ താക്കോല് വേറെ ഒരാളുടെ കയ്യിൽ കൊടുക്കാതിരിക്കുക. എസ്പെഷ്യലി ഇത് ഞാൻ പറയുന്നത് റിലേഷൻഷിപ്സിലൊക്കെയുള്ള കുട്ടികളോടാണ്. ഐ മീൻ എൻ്റെ ഏജിലുള്ളവരോടും ചെറിയ ഏജിലുള്ളവരോടും ഒക്കെയാണ്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ അധികം പേര് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നിങ്ങൾക്കിഷ്ടമുള്ള ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യങ്ങളുണ്ടാവുമല്ലോ, അത് ചെയ്യാൻ വേണ്ടി ആരോടൊക്കെയോ പെർമിഷൻസ് ചോദിച്ചതിന് ശേഷം അത് ചെയ്യുക. നമുക്ക് ഒപ്പീനിയൻസ് ചോദിക്കാം, പക്ഷേ ഈവൻ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ പോലും ഇത് ഞാൻ ചെയ്തോട്ടെ അങ്ങനെ ചോദിക്കുക. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെയാണല്ലേ. ചില കാര്യങ്ങൾ നമുക്ക് ഒപ്പീനിയൻ എടുക്കാം. ഇപ്പം നമുക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല, നമ്മൾ ബ്ലാങ്ക് ഔട്ടായിട്ട് നിൽക്കുന്ന സ്റ്റേജുകളിൽ നമുക്ക് വളരെ ഇഷ്ടമുള്ള ആൾക്കാരുടെ ഒപ്പീനിയൻസ് നമുക്ക് സ്വീകരിക്കാം. ബട്ട് നമുക്ക് വളരെ നല്ല ഐഡിയ ഉണ്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് എന്ന് വെച്ചിട്ട് നമ്മളത് അവരോട് ചോദിക്കാണ്ട് ചെയ്താൽ അവർക്ക് വിഷമമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കരുത്. കാരണം നിങ്ങളങ്ങനെ ശീലിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ശീലത്തിൽ നിന്ന് മാറുമ്പം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കായി പോകും. കാരണം നിങ്ങളൊരു 10 കാര്യങ്ങൾ അവരോട് ചോദിച്ച് ചെയ്തു, 11ാമത്തെ കാര്യം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് തന്നെ തോന്നും എന്നോട് ചോദിച്ചില്ലല്ലോ. അങ്ങനെയാണ് ചില റിലേഷൻഷിപ്സിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒരു ബ്രേക്ക് സംഭവിക്കുന്നത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ദ 8th തിങ് എന്ന് പറയുന്നത്, നമ്മുടെ ബ്യൂട്ടി എന്ന് പറയുന്നത് അത് മറ്റൊരാളുടെ കണ്ണിലൂടെ കാണുന്നതല്ല, നമ്മുടെ കണ്ണിലൂടെ തന്നെ നമ്മൾ കാണുന്ന കാര്യമാണ്. എനിക്ക് എന്നെ കാണാൻ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ മറ്റ് ഏത് ആൾക്കാരും നമ്മളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളെ കാണാൻ രസമില്ല, നിങ്ങളുടെ ഹെയറിൻ്റെ ടെക്സ്ചർ കറക്റ്റല്ല, നിങ്ങളുടെ കോംപ്ലക്ഷൻ കറക്റ്റല്ല, അങ്ങനെയൊക്കെ പറയാൻ നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമുക്ക് നമ്മുടെ ബ്യൂട്ടി ഓക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ആൻഡ് ദ 8th തിങ് എന്ന് പറയുന്നത് ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതായത് മേക്കപ്പൊക്കെ ഉപയോഗിക്കണോ ഉപയോഗിക്കണ്ടേ എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. ഇത് ഞാനൊരു കാഷ്വൽ ടോക്ക് പോലെ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്കിത് ഒരു ചായയൊക്കെ കുടിച്ച് ഇരുന്ന് കേൾക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. സോ 8th തിങ് എന്താ ഞാൻ പറഞ്ഞത്, അതായത് ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അവൾ ഭയങ്കര മേക്കപ്പാ, അല്ലെങ്കിൽ അവൻ ഭയങ്കര സ്റ്റൈലാ. അതിനെന്താ കാര്യം? നമ്മുടെ ഇഷ്ടമാണ്. നമ്മൾ മേക്കപ്പ് ഇടണോ, ലിപ്സ്റ്റിക്ക് ഇടണോ, ബ്ലൂ ഐലൈനർ ഇടണോ, അതോ പച്ച ഐലൈനർ ഇടണോ, ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അറ്റ് ലാസ്റ്റ് നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, നമ്മുടെ സമാധാനത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. ആൻഡ് ദ 9th തിങ് എന്ന് പറയുന്നത് സ്ലീപ്പ് എന്ന് പറയുന്നത്, ഉറക്കം. അത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിന് മാത്രമല്ല, എൻ്റെ ചുറ്റുമുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുടെ ജീവിതത്തിൽ നിന്നും ഞാൻ കണ്ടൊരു കാര്യമാണ്. നിങ്ങളുടെ സ്ലീപ്പ് എന്ന് പറയുന്നത് വളരെ ഡിവൈനായിട്ട് കാണേണ്ട, അതായത് എല്ലാവരും പറഞ്ഞ കാര്യമാണ്, സ്ലീപ്പ് ഒരു ലക്ഷറി ആയിട്ടല്ല എടുക്കേണ്ടത്, മസ്റ്റ് നീഡായിട്ട് വേണം നമ്മുടെ ലൈഫിൽ എടുക്കാൻ വേണ്ടിയിട്ട്. ബിക്കോസ് ഈവൻ ഇത് ഗേൾസാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗൈനക്കോളജിക്കൽ ഇഷ്യൂസ് ഇല്ലെങ്കിൽ പോലും, നിങ്ങളുടെ സ്ലീപ്പ് കറക്റ്റ് അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളിൽ പോലും ഡിഫറൻസ് വരാം. നിങ്ങളുടെ ബ്യൂട്ടി, നിങ്ങളുടെ ഹെൽത്ത്, ഏത് കാര്യം, ബോയ്സ് ആണെങ്കിൽ അവർക്ക് എന്തൊക്കെ മെൻ്റലി ഉള്ള ഒരുപാട് കാര്യങ്ങൾ, നിങ്ങളൊരു 2 ദിവസം കംപ്ലീറ്റ്ലി ഉറങ്ങാണ്ടിരുന്ന് നോക്കൂ, നിങ്ങൾ 3rd ഡേ നിങ്ങളാണോ എന്ന് പോലും സംശയം തോന്നുന്ന രീതിയിലേക്ക് മാറും. ആൻഡ് 10ാമത്തെ കാര്യം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ഈസ് ദ പവർ. അതായത് കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത്, കോൺഫിഡൻസ് ഉള്ള ഒരു മനുഷ്യനെ പെട്ടെന്ന് തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിൽ തന്നെ കോൺഫിഡൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ആളുകൾക്ക് തോൽപ്പിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം ഒരു കോൺഫിഡൻ്റ് അല്ലാതെ, ഇപ്പം ഞാനൊരു കുറേ പേര് ഇരിക്കുന്ന, പ്രത്യേകിച്ച് എന്നെ ഇഷ്ടമില്ലാത്ത കുറേ പേര് ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്ന സമയത്ത് അതിലൊരാൾ, നമുക്കൊട്ടും കോൺഫിഡൻസ് ഇല്ലയെന്ന് വിചാരിക്കുക, ഒരാൾ പറയുകയാണ് എന്തൊരു മോശമാണ് എന്ന് നിന്നെ കാണാമെന്ന് പറഞ്ഞാൽ നമ്മളവിടെ തീർന്നു പോകും. അതേസമയം നമ്മളിൽ തന്നെ കോൺഫിഡൻ്റ് ആണെങ്കിൽ അവരുടെ അടുത്ത് നമുക്ക് വളരെ സില്ലി ആയിട്ട് പറയാൻ വേണ്ടി സാധിക്കും, ഇറ്റ്സ് ഓക്കെ, എനിക്ക് എന്നെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങി വരാൻ വേണ്ടി സാധിക്കും. ആൻഡ് 11ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഓൾവേസ് അവോയ്ഡ് നെഗറ്റീവ് പീപ്പിൾ. നിങ്ങളുടെ ചുറ്റിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രോത്തിന് തടസ്സമാണ് എന്ന് തോന്നുന്ന ഏതൊരു മനുഷ്യനായാലും അവരെ അവോയ്ഡ് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. അവരെ ഇങ്ങനെ കേട്ടില്ല നടിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അവരുള്ള സർക്കംസ്റ്റാൻസസിലേക്ക് മാക്സിമം പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ബിക്കോസ് നെഗറ്റീവ് പീപ്പിൾ ഓൾവേസ് സ്പ്രെഡ്സ് നെഗറ്റിവിറ്റി. അവർക്ക് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. 12ാമത്തെ കാര്യം, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒത്തിരി വൈറലായ ഒരു കോട്ടാണ്, നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കാര്യം അത് നടത്താതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു 10 പേരോട് അതിൻ്റെ ഒപ്പീനിയൻ ചോദിച്ചാൽ മതി. കാരണം ഇത് എൻ്റെ വളരെ അടുത്ത് സംഭവിച്ച ഒരു ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്താണ് ഞാൻ സംസാരിക്കുന്നത്.
ഞാനൊരു വളരെ സ്മോൾ ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്ന ഒരാളാണ്. സോ ഞാൻ ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് അതിൻ്റെ ടീസറൊക്കെ റിലീസ് ചെയ്ത സമയത്ത് നമ്മുടെ വളരെ ക്ലോസ് സർക്കിളിലുള്ള ചില ആളുകൾ പോലും പറഞ്ഞു, ഭയങ്കര ഫ്രഷ് ഐഡിയ ആണല്ലോ, ഭയങ്കര ഇതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ടീസ് ചെയ്യുന്നത് പോലെ. സോ ഇത് ആക്ച്വലി ഞാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇവരറിയുന്നത്. ഇപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് അവരുടെ അടുത്തൊരു ഒപ്പീനിയൻ ചോദിക്കാമെന്ന് വിചാരിക്കുക, ഞാനിങ്ങനെ തുടങ്ങിയാലോ, അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ അടുത്ത് ഇതൊക്കെ ക്ലിക്കാവോ, നമുക്ക് ഭയങ്കരമായിട്ട് മടി വരും പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 1-2 ഒപ്പീനിയൻ എടുക്കുക. അതും നിങ്ങൾക്ക് അത്രയും ഷ്യൂറിറ്റിയുള്ള ആൾക്കാരോട് മാത്രം ഒപ്പീനിയൻ എടുക്കുക. അല്ലാണ്ട് നമ്മൾ നാട് നീളെ എല്ലാവരോടും തുടങ്ങിയാലോ എന്ന് ചോദിച്ചത് നടന്നു കഴിഞ്ഞാൽ അത് ഒരു കാലത്തും തുടങ്ങാൻ പറ്റാണ്ട് അങ്ങനെ തന്നെ ഇരുന്ന് പോകും. ആൻഡ് 13ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഹെൽത്താണ് നിങ്ങളുടെ വെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് കൊതി വന്നിട്ട് നമ്മൾ ജങ്ക് കഴിക്കും, അത് കഴിക്കും, ഇതൊക്കെ കഴിക്കും. ഓക്കെ, ഞാനും കഴിക്കാറുണ്ട്. പക്ഷേ എപ്പോഴും നമ്മുടെ ഒരു കൺട്രോൾ കയ്യിലുണ്ടാവും. ഇപ്പോൾ ഈവൻ നമ്മൾ രാവിലെ ജങ്ക് കഴിച്ചു കഴിഞ്ഞാൽ ഓക്കെ, നമ്മൾ രാവിലെ ജങ്ക് ആണല്ലോ കഴിച്ചത്, ഡയറ്റ് ക്രാഷായി പോയല്ലോ, അപ്പോൾ ഉച്ചയ്ക്കും രാത്രിയിലും ഇത് തന്നെ ഫോളോ ചെയ്യാം, അങ്ങനെയല്ല. നമ്മൾ രാവിലെ ജങ്ക് കഴിച്ചു പോയി എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഉച്ചയ്ക്കും രാത്രിയിലും അത് എന്താ പറയുന്നത് നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ രാവിലെ കഴിച്ച ജങ്ക് അതിൻ്റെ ഒരു വിഷമം മാറ്റാൻ വേണ്ടി നമുക്ക് ഈവനിങ് ആകുമ്പം ഒരു നല്ല വർക്കൗട്ട് നമ്മുടെ ബോഡിക്ക് കൊടുത്താലും മതി. സോ ഇതാണ് പറയുന്നത്, എന്താ, ഒരു ബാലൻസ് ചെയ്തിട്ട് നമ്മളെല്ലാ കാര്യത്തിലും സ്വീകരിക്കുക എന്ന് പറയുന്നത്. ആൻഡ് 14ാമത്തെ കാര്യം, ഇറ്റ്സ് വെരി വെരി പേഴ്സണൽ ആൻഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള കോഴ്സുകൾ നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങളെ ഒരാൾ നിങ്ങളുടെ മേത്ത് ഇമ്പോസ് ചെയ്തിട്ട് ഏൽപ്പിക്കുന്ന കോഴ്സുകൾ തിരഞ്ഞെടുക്കാതിരിക്കുക. കാരണം ചിലപ്പോൾ എല്ലാവരും പറയും നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന്. ഓക്കെ, ഇറ്റ്സ് ഫൈൻ, നിങ്ങളുടെ നല്ലതിന് വേണ്ടി തന്നെ ആയിരിക്കും. ബട്ട് അത് പഠിക്കേണ്ടത് അവരല്ല. 4, 5, 6 വർഷം നീണ്ടു കിടക്കുന്ന ഓരോ ഡിഗ്രികൾ നമുക്കിഷ്ടമില്ല നമ്മളത് പഠിക്കാൻ പോയാൽ എനിക്ക് തോന്നുന്നില്ല അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന്. ഈവൻ നമ്മൾ കംപ്ലീറ്റ് ആക്കുമായിരിക്കും, ബട്ട് അറ്റ് ദ സെയിം ടൈം നമുക്ക് ആ ഒരു പ്രൊഫഷനോട് ഒരു പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. മേ ബി നമ്മളിപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെയാണല്ലോ, അടുത്തറിയുമ്പോൾ നമുക്കതിനോട് ഇഷ്ടം വരും. അപ്പോൾ എൻ്റെ കോഴ്സൊക്കെ എനിക്ക് അടുത്തിറങ്ങിയ സമയത്ത് ഞാനതിനെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. സോ അതല്ലെങ്കിൽ ഇപ്പം ഫാഷൻ ഡിസൈനിങ് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ആളെ നമ്മൾ പോയിട്ട് MBBSന് ചേർത്ത് കഴിഞ്ഞാൽ അവരുടെ മനസ്സ് എപ്പോഴും ആ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ലോകത്തായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്കിഷ്ടമുള്ള കോഴ്സുകൾ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. 15ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങളത് ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പം നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൻ്റെ അത്ര വേറെ ഒന്നും വരില്ല. സത്യമാണ്, ട്രസ്റ്റ് മീ, നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാവും. അതായത് ഈവൻ നിങ്ങളിഷ്ടപ്പെട്ട് ഒരു കോഴ്സ് പഠിക്കാൻ പോയി, നിങ്ങളിഷ്ടപ്പെട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, നിങ്ങളിഷ്ടപ്പെട്ട ഒരു സോളോ ട്രിപ്പിന് പോവാണ്. സോ നിങ്ങളുടെ ചുറ്റുമുള്ള നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ വന്ന് പറയും നിന്നെ കൊണ്ട് പറ്റുമോ, മറ്റേ നമ്മുടെ അടിപൊളി പഴഞ്ചനുണ്ടല്ലോ, ഏതാ, തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുകയാണ് തുടങ്ങിയ ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങളടുത്ത് പറയും. ബട്ട് ലിസൺ മീ, നിങ്ങളതൊന്ന് ചെയ്ത് അവർക്ക് കാണിച്ചു കൊടുത്ത് കഴിയുമ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷം, ഒരു ത്രില്ല്, ഒരു സമാധാനം, അതിൻ്റെ ഒപ്പം കോപ്പപ്പ് ചെയ്ത് നിൽക്കാൻ വേറെ ഒന്നിനെ കൊണ്ട് പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. 16ാമത്തെ കാര്യം, നെവർ എവർ ട്രസ്റ്റ് എനി വൺ ബ്ലൈൻഡ്ലി. ഇതെൻ്റെ അത്രയും പേഴ്സണൽ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതിൻ്റെ ഇത്രയൊക്കെ വീഡിയോയുടെ അത്രയും കണ്ട നിങ്ങളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചില ആൾക്കാർ ഫസ്റ്റ് കുറച്ച് കേൾക്കുമ്പോൾ തന്നെ നിർത്തുമായിരിക്കും. ബട്ട് ഇത് നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ഒത്തിരി പേർക്ക് ലൈഫിൽ എക്സ്പീരിയൻസസ് ഉള്ള കാര്യമായിരിക്കും. ബട്ട് ഇത് നിങ്ങൾ പുതിയതായിട്ട് കേൾക്കുകയാണെങ്കിൽ നിങ്ങളിത് സ്വീകരിക്കുക. കാരണം നെവർ എവർ ട്രസ്റ്റ് എനി വൺ ബ്ലൈൻഡ്ലി. ഈവൻ ദോ നിങ്ങളുടെ അത്രയ്ക്കും നിങ്ങളെടുത്ത് മറ്റേ മധുരമായി പെരുമാറുന്ന ആളുകളെ പോലും ട്രസ്റ്റ് ചെയ്യരുത്. കാരണം 1, 2, 3, 4 വർഷം പരിചയമുള്ള ആളുകൾ പോലും നമുക്ക് ഒരു എനിമിയായിട്ട് വരാനുള്ള ചാൻസ് നമ്മുടെ ലൈഫിലുണ്ട്. നമ്മൾ അവരുടെ അടുത്തൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അവർ നമ്മുടെ എനിമിയായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. സോ അധികം ആരെയും ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. നമ്മുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ നമ്മുടെ പാരൻസ് ഈസ് ദ ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ കുറേ പേർക്ക് അങ്ങനെയാണ്. അല്ലാത്തവർക്ക് നിങ്ങൾക്ക് ഷുവറുള്ള ഒരാളുണ്ടാവുമല്ലോ, അവരുടെ അടുത്ത് നിങ്ങൾ ഷെയർ ചെയ്തോളൂ. അതല്ലാണ്ട് നിങ്ങൾ എല്ലാവരെയും ട്രസ്റ്റ് ചെയ്യരുത് ബ്ലൈൻഡ്ലി.
ആൻഡ് 16ാമത്തെ കാര്യം, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് നോട്ട് ദ ബെസ്റ്റ് ഇംപ്രഷൻ. സത്യമാണ് ഞാൻ പറയുന്നത്. കേൾക്കുമ്പോൾ നിങ്ങൾ കുറേ പേർക്ക് നെറ്റ് ചൊളിക്കുന്നുണ്ടാവും. കാരണം ഇത് ഈ വീഡിയോ ഫുൾ എൻ്റെ എക്സ്പീരിയൻസസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് നോട്ട് ദ ബെസ്റ്റ് ഇംപ്രഷൻ. കാരണം ഫസ്റ്റ് ഇംപ്രഷനിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം കൊണ്ടുപോകുന്ന പല ആൾക്കാരും പിന്നീടുള്ള അവരുടെ ഇംപ്രഷൻസ് വളരെ മോശമാവുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അതേപോലെ നേരെ തിരിച്ചും, അതായത് ഫസ്റ്റ് ഇംപ്രഷനിൽ ഭയങ്കര ജാടയാണല്ലോ എന്നൊക്കെ നമ്മൾ ഇവളൊക്കെ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന ആളുകളാണ് നമ്മുടെ ആ ഹൃദയത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഉണ്ടാകുന്ന ആളുകൾ. അല്ലെങ്കിൽ ഇവനോ എന്ന് വിചാരിക്കുന്ന ആളുകളൊക്കെ ആയിരിക്കും നമ്മുടെ വെരി ക്ലോസ് ടു ഹാർട്ട് ആയിട്ട് ഇപ്പം ഉണ്ടാകുന്ന ആളുകൾ. സോ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വെച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ഒരാളെ ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക. ബിക്കോസ് അത് നിങ്ങൾക്ക് തന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ മനസ്സിലാവും. 16ാമത്തെ ഞാൻ തോന്നുന്നു ഞാൻ പറഞ്ഞത്. ഇനി 17ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ സിമിലറാണ്. ഒരാളെ നോക്കി അവർ ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക. ഈവൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫിസിക് ആയിരിക്കില്ല അവർക്കുണ്ടാവുന്നത്. മേ ബി നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബോഡി ലാംഗ്വേജസ് ആയിരിക്കില്ല അവർക്കുണ്ടാവുന്നത്. അതിൻ്റെ അർത്ഥം അവരെ കൊണ്ടത് പറ്റത്തില്ല, അല്ലെങ്കിൽ അവർ ഈ ഒരു ടൈപ്പ് ആളാണ്, അല്ലെങ്കിൽ അവർ ഇങ്ങനത്തെ ടൈപ്പ് ആളാണ് എന്ന് അതിന് ഒരു രീതിയിലുള്ള അർത്ഥമില്ല. കാരണം നെവർ ജഡ്ജ് എ ബുക്ക് ബൈ കവർ എന്ന് പറയുന്നത് സത്യമാണ്. അവരുടെ മനസ്സ് ചിലപ്പോൾ ഇങ്ങനെ എന്താ പറയുന്ന ഒരു ഡയമണ്ട് പോലെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. നേരെ തിരിച്ചും വരാം. ചിലപ്പോൾ നമ്മൾ അവരുടെ ലുക്സ് കണ്ടിട്ട് സോ ഗുഡ് എന്ന് തീരുമാനിക്കുന്ന ആളുകൾ അവർ ചിലപ്പോൾ നമ്മൾ അടുത്തറിയുമ്പോഴത്തേനും നമ്മൾ ലേറ്റായി പോയിട്ടുണ്ടാവും. സോ ഒരിക്കലും ഒരാളെ അവരുടെ ലുക്സ് കണ്ടിട്ട് ജഡ്ജ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ 18ാമത്തെ കാര്യം, നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് ഒരു ലൈഫ് പാർട്ട്ണറിനെയൊക്കെ ചൂസ് ചെയ്യുമ്പോഴത്തേനും ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ലുക്സോ അല്ലെങ്കിൽ അവരുടെ വേറെയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യമാണ്, എനിക്കങ്ങനെ പറയാൻ പറ്റത്തില്ല അല്ലേ, അവരുടെ ജോലി നോക്കരുതെന്നൊക്കെ. ഞാൻ പറഞ്ഞു ഓക്കെ, അതൊക്കെ നമ്മൾ നോക്കണം. നമ്മൾ അവരുടെ കൂടെ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ നമുക്ക് ഓക്കെ ആണ് തോന്നുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. പക്ഷേ അതിൻ്റെ അർത്ഥം അവരുടെ ലുക്സ് കണ്ടിട്ട് നമ്മൾ ഒരിക്കൽ പോലും അവരെ നമ്മുടെ ലൈഫിലോട്ട് കൂട്ടണ്ടേ അങ്ങനെയൊന്നും തീരുമാനിക്കാതിരിക്കുക. ഈവൻ നമ്മുടെ കാര്യമായാലും ഇപ്പം നമ്മളെപ്പോലും ഇപ്പം നമ്മൾ വിചാരിക്കും നമ്മുടെ ഭംഗി കണ്ടിട്ടായിരിക്കും അവരുടെ നോ, നമ്മളെ ഒരു ഭംഗി അവർ കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ ഒരു പെരുമാറ്റം അല്ലെങ്കിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു സ്നേഹം, അതേപോലെ അവർ നമുക്ക് തരുന്നൊരു സ്നേഹം, അതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരു ലുക്സ് വെച്ചിട്ട് ഒരു ലൈഫ് ലോങ് ഒരു വണ്ടി ഓടും എന്ന് എനിക്ക് ഒപ്പീനിയൻ ഇല്ല. ഇപ്പം നമ്മുടെ സൗന്ദര്യം എന്ന് പറയുന്നത് വളരെ ക്ഷണികമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു അസുഖം വന്നാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ ഒരു സ്കാർ വന്നാൽ തീരാവുന്ന ഒരു സൗന്ദര്യമേ എല്ലാവർക്കും ഉള്ളൂ. അപ്പം നമ്മൾ ഏതൊരു കാര്യത്തിലായാലും ലുക്സ് നോക്കിയിട്ട് ആൾക്കാരെ ഒരു കാര്യത്തിനും സെലക്ട് ചെയ്യാതെ ഇരിക്കുക. ആൻഡ് 19ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഐ നോ ദിസ് വീഡിയോ ഈസ് ലിറ്റിൽ ബിറ്റ് ലോങ്, ബട്ട് ഇത് ഞാൻ ഒത്തിരി കാലമായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചൊരു വീഡിയോ ആണ്. സോ എനിക്കത് കംപ്ലീറ്റ് പറഞ്ഞേ പറ്റത്തുള്ളൂ. ആൻഡ് 19ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പ്രൗഡായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് വേറെ ഒരാളുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാതിരിക്കുക. ഈവൻ നിങ്ങൾ വലുതായിട്ട് കാണുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നുന്ന കാര്യങ്ങളായിരിക്കും. ബട്ട് അത് നമ്മുടെ ഡ്രീമായിരുന്നു, നമ്മുടെ ഹോപ്പായിരുന്നു. അത് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫീൽ യുവർ സെൽഫ് പ്രൗഡ് ഓൾവേസ്. ആൻഡ് 20ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെ ഓടുന്നു എന്നതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മൾ കിടന്നുറങ്ങാൻ നേരത്ത് നമുക്ക് സമാധാനം കിട്ടുന്നുണ്ടോ, നമ്മൾ സന്തോഷിച്ചിട്ടാണോ ഇരിക്കുന്നത് എന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ആൻഡ് 21ാമത്തെ കാര്യം എന്ന് പറയുന്നത്, എന്ത് ഡ്രസ്സ് ഇടണം, എന്ത് കഴിക്കണം, ചബ്ബി ആയിട്ടിരിക്കണോ, ലീനായിട്ടിരിക്കണോ, അതോ ഒരു മസിലൊക്കെയുള്ള ഒരു ഫിസിക്കാണോ നമുക്ക് വേണ്ടത്, ഇതൊക്കെ ഒരാളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈവൻ നമ്മൾ ഒരാളുടെ പേഴ്സണൽ ബൗണ്ടറിയിൽ ഉള്ളിലേക്ക് പോകാതിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണൽ ബൗണ്ടറിയിലേക്ക് ഒരാളെയും ഇൻവൈറ്റ് ചെയ്യാണ്ടിരിക്കുക. എന്തിനാണ് നമ്മൾ അനാവശ്യമായിട്ട് ഒരാളുടെ കമൻറ്റ് ചെയ്യുന്നത്? അവരുടെ ഡ്രസ്സ് ഇപ്പം നമ്മൾ ഒത്തിരി കാണുന്ന കാര്യമാണ്. ഇപ്പോൾ വെഡ്ഡിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ബ്രൈഡിൻ്റെ ഓരോ ലുക്സിനെ ഇങ്ങനെ വളരെ അനാവശ്യമായിട്ട് ഇങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അത് അവരെ ഇഷ്ടമാണ്. കാരണം അവർക്ക് വേറെ എന്തൊക്കെ ഡ്രസ്സ് ചൂസ് ചെയ്യാമായിരുന്നു. അവരത് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കത് ഇഷ്ടമായിട്ടാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ പേഴ്സണൽ ബൗണ്ടറീസിലേക്ക് ഒരാളെയും കയറ്റാണ്ടിരിക്കുക. വേറൊരാളുടെ പേഴ്സണൽ ബൗണ്ടറീസിലോട്ട് നമ്മളും കടക്കാതിരിക്കുക എന്നുള്ളതാണ്. 22ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ചിലപ്പോഴൊക്കെ നമ്മുടെ ഇൻഡ്യൂഷൻസ് കറക്റ്റ് ആയിരിക്കും. നമ്മുടെ ഇൻഡ്യൂഷൻസിനെ ശ്രവിക്കുക.
ചില കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നുന്നത് തന്നെയായിരിക്കും കറക്റ്റ്. അങ്ങനെയുള്ള കാര്യങ്ങളിൽ മറ്റൊരാളുടെ ഒപ്പീനിയൻ അധികം എടുക്കാതിരിക്കുക എന്ന് പറയുന്നത്. ആൻഡ് 22ാമത്തെ കാര്യം, മണി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ അവർ ലൈഫ്. ബിക്കോസ് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ നിങ്ങൾക്ക് ഒരു മാസം 1000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹാർഡ് വർക്കിലൂടെയാണ് കിട്ടുന്നതെങ്കിൽ അത് അത്രയും നല്ലൊരു കാര്യമാണ്. നമുക്ക് എല്ലാവരും പറയുന്നത് കറക്റ്റാണ്, മണി നമുക്ക് എല്ലാം കൊണ്ടുതരുമെന്ന് ചോദിച്ചാൽ ഇല്ല. മേ ബി ഒരുപാട് കാര്യങ്ങൾക്ക് പൈസയ്ക്ക് കൊണ്ടുതരാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട്. ബട്ട് മണി ഗീവ് യു ചോയ്സസ് അല്ലേ. നമുക്ക് ഒരുപാട് ചോയ്സസ് തരാൻ വേണ്ടിയിട്ട് പൈസയെ കൊണ്ട് സാധിക്കും. സോ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 24ാമത്തെ കാര്യം എന്ന് പറയുന്നത്, മോശമായിട്ടുള്ള, അതായത് റോങ് പീപ്പിൾ, ആൾക്കാരുടെ കൂടെ നമ്മുടെ വൈബിന് മാച്ച് ആവാത്ത അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആളുകളുടെ കൂടെ കമ്പനി ആവുന്നതിനേക്കാളും ബെറ്റർ നിങ്ങൾ ലോൺലി ആവുന്നതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ആ സമയം നിങ്ങൾക്ക് കുറച്ചും കൂടി വളരാൻ വേണ്ടി സാധിക്കും. മേ ബി നിങ്ങൾ ഒരു പുതിയൊരു ഫ്രണ്ടിന് വേണ്ടി ഇങ്ങനെ വെപ്രാളം പിടിച്ച് നിങ്ങളുടെ റോങ് ആളെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിനേക്കാളും ബെറ്റർ ഓപ്ഷനായിട്ട് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ ആ ലൈഫിൽ നിങ്ങൾക്ക് ദൈവം അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ആ യൂണിവേഴ്സൽ പവർ അതിന് പറ്റിയ ആളുകളെ, ഈവൻ ഫ്രണ്ട് ആയാലും പാർട്ട്നേഴ്സ് ആയാലും നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുതരും. പിന്നെ 24ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് എണ്ണം തെറ്റുന്നുണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ എണ്ണം തെറ്റിപ്പോവും. ആൻഡ് 24th തിങ് എന്ന് പറയുന്നത്, നമ്മുടെ മെൻ്റൽ പീസ് പ്രൊട്ടക്റ്റ് ചെയ്യുക. നിങ്ങളുടെ മെൻ്റൽ പവർ, നിങ്ങളുടെ മെൻ്റൽ പീസിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നും ഈ ലോകത്തില്ല. നമ്മൾ എന്തൊക്കെ കെട്ടിപ്പടുത്തി എന്ന് പറഞ്ഞാലും, നമുക്ക് എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും, നമുക്ക് അത്രയും സൂപ്പറായിട്ടുള്ള ഫിസിക് ഉണ്ടെന്ന് പറഞ്ഞാലും, ഒരു 6 ഡിജിറ്റ് സാലറി ഉള്ള ജോലി ഉണ്ടെന്ന് പറഞ്ഞാലും, നമുക്കിതൊക്കെ ഉള്ളപ്പോഴും നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിലൊന്നും കാര്യമില്ല. സോ മെൻ്റൽ പീസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് 25ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്നത്തെ ഇത്രയും റഷായിട്ടുള്ള ഈ ഒരു ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ നമുക്കൊരു മെൻ്റൽ ബ്രേക്ക് ഡൗൺ ഒക്കെ സംഭവിച്ച് പോകുകയാണ് എന്നുണ്ടെങ്കിൽ ഗോ ഫോർ എ തെറാപ്പി. ആസ് എ ഡോക്ടർ ഞാനത് നിങ്ങളോട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പോഴത്തെ കാലത്തൊക്കെ ഇപ്പോൾ കുറച്ചും കൂടി ബെറ്ററാണ് തോന്നുന്നു. ബട്ട് തെറാപ്പിക്ക് പോവുക അല്ലെങ്കിൽ ഒരു എന്താ പറയുക സൈക്കോളജിസ്റ്റായിട്ട് കൺസൾട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ആൾക്കാർക്കൊക്കെ. ബട്ട് ആ ഒരു മെൻ്റൽ ബ്രേക്ക് ഡൗൺ സഹിച്ചുകൊണ്ട് മരണം വരെ ജീവിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് പ്രശ്നമില്ല. എന്താണ് എനിക്കറിയത്തില്ല. ഈ ഒരു തെറാപ്പി ഒക്കെ എടുക്കുന്നത് നിങ്ങൾ മടിക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് തെറാപ്പി എടുക്കണം എന്നല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് തീരെ പറ്റുന്നില്ല, ഡെസ്പറേറ്റ് ആണ്, ഡിപ്രസ്ഡ് സ്റ്റേജ് ആണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഗോ ഫോർ എ തെറാപ്പി. ആൻഡ് ദ ഫൈനൽ ആൻഡ് ദ ലാസ്റ്റ് തിങ്, 26th തിങ് എന്ന് പറയുന്നത്, എല്ലാത്തിനേക്കാളും ഉപരിയായിട്ട് ലവ് യുവർ സെൽഫ്. മേക്ക് യുവർ സെൽഫ് ദ മോസ്റ്റ് പ്രയോറിറ്റി. നിങ്ങൾക്കാണ് നിങ്ങളെ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത്. 26ാമത്തെ കാര്യം ആൻഡ് ദ ലാസ്റ്റ് തിങ് എന്ന് പറയുന്നത്, നിങ്ങളായിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി. ആൻഡ് ലവ് യുവർ സെൽഫ്. എത്ര നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നോ അത്രയും നിങ്ങൾ ബെറ്ററാവും, അത്രയും നിങ്ങൾ വളരും, അത്രയും ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വളരും. ഇത്ര ആലോചിച്ചാൽ മതി. നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് മറ്റൊരാൾ എന്നെ സ്നേഹിക്കണം എന്ന് ഞാൻ വാശി പിടിക്കും. ഒരു സെൽഫിഷ് ലവ് ആവണം എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് പ്രയോറിറ്റൈസ് ചെയ്യേണ്ട സമയങ്ങളിൽ നമ്മളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഐ നോ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടതിൽ വെച്ച് ഏറ്റവും ലെങ്തി ആയിട്ടുള്ള വീഡിയോ മേ ബി ഇതായിരിക്കും. ബട്ട് ഇത് ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് ആണ്. സോ നിങ്ങൾ പറ്റുന്നത്രയും നിങ്ങൾ മുഴുവൻ കാണുക. നിങ്ങൾ ബ്രേക്ക് എടുത്ത് കാണുകയാണെങ്കിൽ അങ്ങനെ കാണുക. സോ എല്ലാവർക്കും നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അടുത്തൊരു ഈവനിങ് എഡിറ്റ് സെഷനുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.